ഏവർക്കും സ്വാഗതം. കേരളത്തിലെ കർഷകർ ഇന്ന് പരമ്പരാഗതമായ കാർഷിക മേഖലകളിൽ മാത്രമല്ല വ്യാപരിക്കുന്നത്. കൃഷിയെ ഒരു സംരംഭം എന്ന നിലയിൽ കണ്ട് പുതിയ കാർഷിക സാധ്യതയുള്ള മേഖലകൾ കൂടി തേടി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന കർഷകൻ തൻ്റെ പുതിയ മേഖല തേടിപ്പിടിച്ചത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതെ, ഓസ്ട്രേലിയയുടെ ദേശീയ പക്ഷിയായ യമൂവിനെ കേരളത്തിൻ്റെ മണ്ണിലേക്ക്, കൽപ്പവൃക്ഷങ്ങളുടെ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ശ്രീ മാത്യു ജെ കുരിശിങ്കൽ. മുൻപ് നമ്മൾ പരിചയപ്പെട്ടത് മാത്യുവിൻ്റെ ഫാമിലുള്ള പലതരം അലങ്കാര പക്ഷികളെ, പെസൻറ്റിനെ പരിചയപ്പെട്ടു, ഒട്ടകപ്പക്ഷിയെ പരിചയപ്പെട്ടു, അലങ്കാര കോഴികൾ, ടർക്കി, ഗിനി ഇവയെല്ലാം പരിചയപ്പെട്ടിരുന്നു. ഈ ലക്കത്തിൽ ഈ പ്രാവശ്യം നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത് ഒരു വിദേശ പക്ഷിയെക്കുറിച്ചാണ്. ഓസ്ട്രേലിയൻ സ്വദേശിയായിട്ടുള്ള പലർക്കും തന്നെ അറിയാവുന്ന യമു എന്ന പക്ഷിയെക്കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. മാത്യു, ഈ യമു എത്ര വർഷമായിട്ട് മാത്യുവിൻ്റെ ഫാമിലുണ്ട്? 6 വർഷമായിട്ടുണ്ട്. 6 വർഷമായിട്ട്. യമൂവിനെ വളർത്തുവാനായിട്ടുള്ള കാരണം എന്താ? യമൂവിനെ വളർത്താൻ നമുക്ക് ജോലിക്കാരുടെ ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലേ? ഒരു 100 യമൂവിനെ വളർത്താൻ വേണ്ടി ഒരു ദിവസം ഒരാൾക്ക് ഒരു 4 മണിക്കൂർ മതി. 4 മണിക്കൂർ ചെലവഴിച്ചാൽ മതിയായിരിക്കും അല്ലേ? കേരളത്തിലെ യമു അങ്ങ് പ്രചാരത്തിലായി വരുന്നതേ ഉള്ളൂ അല്ലേ? മാത്യു എത്ര വർഷമായി? ഞാൻ 6 വർഷമായി. 6 വർഷമായിട്ടല്ലേ? ആരംഭകാലത്ത് എത്ര യമു ഉണ്ടായിരുന്നു? ആരംഭകാലത്ത് 41 യമു. 41 അല്ലേ? ഇപ്പോഴെത്ര? 50 ഉണ്ട്. 50 ഉണ്ടല്ലേ? ഈ യമൂൻ്റെ നമുക്ക് ബാക്കി വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഇതൊരു ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന പക്ഷിയാണ് അല്ലേ? ഇത് ഒട്ടകപ്പക്ഷിയുടെ അതേ വർഗത്തിൽപ്പെടുന്നതാണ്. അതായത് അതിന്റെ പ്രത്യേകത ഇതിന് പറക്കുവാനായിട്ട് സാധിക്കത്തില്ല അല്ലേ? ഒട്ടകപ്പക്ഷിയായിട്ടൊന്ന് താരതമ്യപ്പെടുത്തുമ്പോഴത്തേക്കും ഇതിന്റെ വലിപ്പം, ഇതിന്റെ തൂക്കമൊക്കെ ഒന്ന് പറയാമോ? ഒട്ടകപ്പക്ഷി 2 വർഷം കൊണ്ട് 140 കിലോ തൂക്കം വരും. യമു 2 വർഷം കൊണ്ട് 60 കിലോ തൂക്കം വരും. 60 കിലോ അല്ലേ? ഉയരമോ? ഉയരം ഏകദേശം ഒട്ടകപ്പക്ഷിക്കാണ് കൂടുതൽ അല്ലേ? എത്ര അടി ഉയരം വെക്കാറുണ്ട്? ഒട്ടകപ്പക്ഷി ഒരു 6-6.5 അടി ഉയരം വെക്കും. യമു എത്ര ഉയരം? യമു ഒരു 5.5 അടി. 5.5 അടി, അതായത് നമ്മളുടെ ഒരാളുടെ അത്രേ വരത്തുള്ളൂ അല്ലേ? ഇത് ഇതേപോലെയുള്ള ഒരു ഫാമിലാണ് വളർത്തേണ്ടത് അല്ലേ? തുറന്നിട്ടിട്ട് അല്ലേ? അതായത് മേൽക്കൂരയൊന്നും വേണ്ട അല്ലേ? മേൽക്കൂര ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫീഡ് നനയാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് ഇതിന് മഴയൊക്കെ പ്രശ്നമില്ല അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിലാണ് ഇത് വളരുന്നത് സ്വാഭാവികമായിട്ടല്ലേ? യമു എനിക്ക് തോന്നുന്നത് വളരെ പണ്ട് തൊട്ടേ ഉള്ള അല്ലെ, നമ്മുടെ ഭൂമിയിൽ പണ്ടുകാലം തൊട്ടേ ഉള്ള ഒരു പക്ഷിയായിട്ടാണ് കരുതുന്നത്. എന്തോ ഒരു പരിണാമം സംഭവിക്കാത്ത ജീവികളിൽ യമു മാത്രമേ ഉള്ളൂ. പരിണാമം വരാത്ത ഒരു ജീവി എന്ന് പറയുന്നത്, അതായത് ഒരു എക്സ്ട്രീം ആയിട്ടുള്ള കാലാവസ്ഥയിലൊക്കെ വളരാനായിട്ട്, നല്ല ചൂടത്തും തണുപ്പത്തും ഒക്കെ യമുവിന് വളരുവാനായിട്ട് പറ്റും അല്ലേ? ഈ നമ്മളുടെ കാലാവസ്ഥയിൽ ഇത് വളരും, ഒപ്പം തന്നെ ഇത് ബ്രീഡ് ചെയ്യുന്നുണ്ട്, മുട്ട ഉൽപ്പാദിപ്പിക്കാറുണ്ട് അല്ലേ? അങ്ങനെയെല്ലാം ഉണ്ട്. ഒരു ആൾ യമുവിനെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്ര പ്രായമുള്ള കുഞ്ഞിനെയാണ് വാങ്ങേണ്ടത്? 3 മാസമായ യമുവിന് കുഞ്ഞുങ്ങളെയാണ് വാങ്ങേണ്ടത്. നിങ്ങൾ വിൽക്കുന്നത് അല്ലേ? അതിനെന്ത് വിലയുണ്ട് ഒരു ജോഡിക്ക്? ഒരു ജോഡിക്ക് 14,000 രൂപ. 14,000 രൂപയാണ് 3 മാസം പ്രായമായത് അല്ലേ? അത് ശരിക്കും ഒരു പൂർണ്ണ വളർച്ചയെത്തി മുട്ടയിടാൻ പ്രായമാണെങ്കിൽ എത്ര വർഷം എടുക്കും? 18 മാസം കൊണ്ട് മെച്ചൂരിറ്റി എത്തും. 18 മാസം, അതായത് 1.5 വർഷം അത് മുട്ടയിടാനായിട്ട് ആരാധന അല്ലേ? ഇതിനേതെങ്കിലും ഒരു കാലമുണ്ടോ മുട്ടയിടുന്നതിന്? അതായത് വർഷം മുഴുവൻ മുട്ടയിടും? ഇല്ല, 6 മാസമാണ് സീസൺ. ഒക്ടോബർ ടു മാർച്ച് വരെയാണ് സീസൺ. അതായത് നമ്മുടെ ഇവിടുത്തെ മഴക്കാലം കഴിഞ്ഞാൽ അല്ലേ? ഒക്ടോബർ തൊട്ട് മാർച്ച് വരെ. ഒരു പെൺപക്ഷി ഒരു വർഷം ഏറ്റവും അധികമായിട്ട് എത്ര മുട്ടയിടാറുണ്ട്? ഇത് 3 വർഷം മുട്ടയിടാൻ തുടങ്ങി 3ാമത്തെ വർഷം മുതൽ ഒരു 35 മുട്ട ഒരു വർഷം ഇടും അല്ലേ? ഈ മുട്ടകൾ ഇപ്പം ആണും പെണ്ണും ബ്രീഡ് ചെയ്യുന്ന മുട്ടകളാണെങ്കിൽ ഇത് നമ്മൾ വിരിയിച്ചു കഴിഞ്ഞാൽ എല്ലാ മുട്ടകളും വിരിയാറുണ്ടോ? ഇല്ല, നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ബാച്ചിലിടുന്ന മുട്ടയാണെങ്കിൽ ഒരു 30% വിരിഞ്ഞ് കിട്ടും. ബാക്കിയെല്ലാം കേടായി പോവാണ് അല്ലേ? പിന്നെ വർഷം കൂടുന്നതനുസരിച്ച് അത് 80%, 3 വർഷം ആയി കഴിയുമ്പോഴത്തേക്ക് 80% വിരിഞ്ഞ് കിട്ടുന്നുണ്ടല്ലേ? നമ്മളിപ്പോൾ ഈ യമുവിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത്ര യമുവിന് പ്രത്യേകിച്ചും നമ്മൾ പെസൻറ്റോ അല്ലെങ്കിൽ മയിലോ അതിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആണിനെയും പെണ്ണിനെയും വ്യക്തമായിട്ട് തിരിച്ചറിയാം. ഈ യമുവിനെ നോക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല, ആണേതാ പെണ്ണേതാന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മാത്യുവിന് ശരിക്കും തിരിച്ചറിയാൻ പറ്റുമോ? എന്തൊക്കെയാണ് അതിന്റെ അടയാളം? ഇതിന്റെ അടയാളം കണ്ണിന്റെ തിളക്കം,
കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ വലിപ്പം, ചുണ്ടിൻ്റെ വ്യത്യാസം, കഴുത്തിലെ തിളക്കം, കാലിൻ്റെ വ്യത്യാസങ്ങൾ എന്നിവ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആണും പെണ്ണും തിരിച്ചറിയാൻ ശരിക്കും പരിചയപ്പെടണം അല്ലേ? ഈ നമ്മൾ 3 മാസം കഴിഞ്ഞ വളർച്ചയെത്തിയ കുഞ്ഞിനെയാണ് വിൽക്കുന്നത് അല്ലേ? അപ്പൊ ആ കുഞ്ഞിനെ വിൽക്കുമ്പോൾ ഒരു ജോഡി തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? അത് 2.5 മാസം കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെക്സ് ലിംഗനിർണ്ണയം നടത്തിയിട്ടാണ് ആണും പെണ്ണും തീരുമാനിക്കുന്നത് അല്ലേ? ഒരു യമൂനെ വളർത്തുമ്പോഴത്തേക്കും ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യത്തെ പ്രാരംഭ ദശയിൽ വളരെ ശ്രദ്ധ വേണം അല്ലേ? അത് എത്ര നാൾ ആ ശ്രദ്ധ വേണ്ടി വരും? 1.5 മാസം നമ്മൾ ഇതിന് വിറ്റാമിൻസ് നിർബന്ധമായി കൊടുത്തിരിക്കണം. മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞിന്. അതെ. അത് കഴിഞ്ഞ് നമുക്ക് 1.5 മാസം കഴിഞ്ഞാൽ മഴയും വെയിലും കുറച്ച് ഒളിച്ചു തുടങ്ങാം. 3 മാസം കഴിഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ദയവായിട്ട് സാധാരണ തുറന്ന് വിട്ട് വളർത്താം. അപ്പൊ ഈ കുഞ്ഞിനെ മേടിച്ചാൽ 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭക്ഷണ രീതി എന്ന് പറയാമോ? നമ്മൾ ഇവിടെ 3 മാസം ആയ കുഞ്ഞിനാണ് കൊടുക്കുന്നത്. 3 മാസം മുതൽ പിന്നെ ഇത് 15 മാസം വരെ ഗ്രോവർ തീറ്റയാണ് കൊടുക്കുന്നത്. ഗ്രോവറാണ് അല്ലേ? നമ്മുടെ കോഴിത്തീറ്റ ഗ്രോവർ എന്ന് പറയുന്നത് അല്ല, എമു ഗ്രോവർ. എമുവിന് തന്നെ ഫിഷ് പ്രത്യേകം ഫീഡുണ്ട്. അത് SKM കമ്പനി ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ എത്ര മാസം കൊടുക്കുന്നത്? 3 മാസം മുതൽ നമ്മൾ ഒരു 15 മാസം വരെ പൂർണ്ണ വളർച്ച വരെ ഗ്രോവർ തീറ്റ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എമുവിന് തന്നെ ലെയർ ഉണ്ട്. കോഴിയുടെ അല്ലാതെ എമുവിന് ലെയർ ഉണ്ട്. അത് നമ്മൾ സെപ്റ്റംബർ അവസാനം മുതൽ കൊടുത്തു തുടങ്ങാം. അല്ലേ? ഈ ലെയർ ഒരു തീറ്റയാണ് അല്ലേ? ഒപ്പം തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇതിന് ഫീഡായിട്ട് കൊടുക്കാൻ പറ്റുമോ? ഫീഡായിട്ട് നമ്മൾ ഈ ബ്രീഡിംഗ് സമയത്ത് കടലപ്പിണ്ണാക്ക് പൊടിച്ചു കൊടുക്കും, പയർ മുളപ്പിച്ച് കൊടുക്കും, പച്ചപ്പുല്ല് ധാരാളം കൊടുക്കും. പിന്നെ ഈ കാൽസ്യത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കക്ക തന്നെ വെച്ച് കൊടുക്കും. ഇലകൾ ഇതിന് താല്പര്യമാണ്. ഇല അതായത് നമ്മൾ ഏതെല്ലാം ഇട്ട് കൊടുത്താലും തിന്നും. വാഴയില, ചേമ്പല ഇതെല്ലാം തിന്നും അല്ലേ? ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് തിളങ്ങുന്ന വസ്തുക്കളോട് യമുന് വലിയൊരു താല്പര്യം, അത് കുത്താനായിട്ടുള്ള താല്പര്യം ഉണ്ടെന്നല്ലേ? അത് ശരിയാണ്. അത് തിളങ്ങുന്ന വസ്തുക്കൾ എന്ത് കണ്ടാലും കുത്തിയ ഉള്ളിലാക്കുന്നു. ഉദാഹരണമായിട്ട് കുപ്പിച്ചില്ല്, പ്ലാസ്റ്റിക്, സ്വർണ്ണങ്ങള്, മൊബൈലുകള്, കണ്ണാടി കിടന്നാലും കുത്തും അല്ലേ? അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ? അത് ഇങ്ങനെ കുത്തി മിഴി കഴിഞ്ഞ് ദഹിക്കാതെ വന്ന് അത് കുടലിൽ ചെന്നിട്ട് ചത്തുപോകാറുണ്ട്. കുടല് മുറിഞ്ഞിട്ടല്ലേ? ഇതിന്റെ ഈ കുടലെന്ന് പറയുന്നത് ഇപ്പൊ ഈ കുടല് മുറിയണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ കുടലാണ്. അതുകൊണ്ടാണ് ഇത് ചെന്ന് കഴിഞ്ഞാൽ മരണം സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളത് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള വളർത്തുന്നിടത്ത് ഇതൊന്നും പാടില്ല അല്ലേ? ഒപ്പം തന്നെ നമ്മളിപ്പോ ഇതിന്റെ ഫാമിലോട്ട് കയറുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാകാൻ പാടില്ല, പേന ഉണ്ടാകാൻ പാടില്ല, വാച്ച്, കണ്ണാടി, പെട്ടെന്ന് അത് കുത്തി സ്വർണ്ണാഭരണങ്ങളെല്ലാം എല്ലാത്തിലും കയറി കൊത്തും അല്ലേ? അല്ലാതെ ഒരു ആക്രമിക്കുന്ന അതിനൊരു പ്രകൃതമുണ്ടോ? ഇല്ലല്ലേ? വളരെ ശാന്ത സ്വഭാവമാണ്. ഇതിപ്പോ ഇത്രയും വലിയ ഏരിയയിൽ ഇതിങ്ങനെ ഓടാറുണ്ടല്ലേ? പക്ഷെ നമ്മളെ കണ്ട് പേടിച്ചോടും അങ്ങനെയൊന്നും നമ്മളോട് വളരെ ഇണങ്ങി തന്നെയാണ് അല്ലേ? അങ്ങനെ ഒരു ഭയപ്പെടുന്നൊന്നുമില്ല ഇല്ലേ? ഒരു കുട്ടികൾക്ക് വേണേലും ധൈര്യമായിട്ട് ഫാമിൽ ഇറങ്ങുവാൻ പറ്റും അല്ലേ? ഇപ്പൊ നമ്മള് കുഞ്ഞിനെ നമ്മൾ വളർത്തിയെടുക്കുന്ന കാര്യം പറഞ്ഞു. 18 മാസം കഴിയുമ്പോഴാണ് ഇത് മുട്ടയിടുവാൻ ആരംഭിക്കുന്നത് അല്ലേ? അപ്പൊ ഈ മുട്ടകൾ നമ്മൾ എങ്ങനെയാ വിരിച്ചെടുക്കുന്നത്? യമുവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ യമു ആൺപക്ഷിയാണ് അടയിരിക്കുന്നത്. ആൺപക്ഷി അടയിരിക്കുമ്പോൾ 52 ദിവസം വേണം മുട്ട വിരിയാൻ വേണ്ടി. 52 ദിവസം ഈ ആൺപക്ഷി തീറ്റയും വെള്ളം കഴിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഫാമാട് വളർത്തുമ്പോഴത്തേക്ക് അടുത്ത വർഷത്തേക്ക് ഇതിനെ ബ്രീഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് നഷ്ടമാണ്. പിന്നെ ഈ 10 മുട്ടയ്ക്ക് അടയിരുന്നാൽ ചിലപ്പോൾ ഒരു മുട്ടയായിരിക്കും വിരിയത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് നഷ്ടമാണ്. അപ്പം നമ്മൾ ഇതിന് പ്രത്യേകം മെഷീൻ വെച്ച് വിരിയിക്കണം. ഇൻക്യുബേറ്റർ വെച്ച് വിരിയിക്കണം. ഇൻക്യുബേറ്ററിൽ എത്ര ദിവസം എടുക്കും വിരിഞ്ഞു വരാൻ? 52 ദിവസം വേണം. 52. അതായത് യമുവിന്റെ മുട്ട വിരിയിക്കാൻ തന്നെ പ്രത്യേക ഇൻക്യുബേറ്റർ ഉണ്ട്. അതിൽ എത്ര ഊഷ്മാവാണ് കൊടുക്കുന്നത്? 35.5 ഡിഗ്രി സെന്റിഗ്രേഡ് അല്ലേ? എത്ര ദിവസമാണ് അത് എടുക്കുന്നത്? 52 ദിവസം തന്നെ അത് ഇൻക്യുബേറ്ററിൽ എടുക്കും അല്ലേ? ഇപ്പൊ ഇത് ഈ ഇൻക്യുബേറ്ററിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ചൂട് കൊടുക്കുന്നതിനൊപ്പം വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചൂടും ഹ്യൂമിഡിറ്റി ഒരുപോലെ, തണുപ്പും ഒരുപോലെ കൊടുക്കും. പിന്നെ ഇത് അനങ്ങുന്ന വല്ലതും ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഓരോ മണിക്കൂറിൽ ഈ മുട്ട 1 to 1 എന്നുള്ള രീതിയിൽ നേരെ മാറിയുന്നുണ്ട്. ഓരോ മണിക്കൂറിൽ അത് നമ്മളെല്ലാം അങ്ങ് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അതങ്ങ് ചെയ്തു പോക്കോളൂ. 52 ദിവസം ഈ പ്രക്രിയ നടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ വിരിഞ്ഞ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ ഇവിടെ വിരിച്ചെടുക്കുന്നു. അതായത് മുട്ട വിരിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് മാത്യു എന്താ ചെയ്യുന്നത്? ഇത് മുട്ട വിരിയാറാകുമ്പോഴത്തേക്കും നമ്മൾ ഇതിന് മെഷീൻ്റെ ട്രേയിൽ നിന്ന് മുട്ട എടുത്ത് ഔട്ട് വയ്ക്കും. താഴെ ഒരു ബോക്സിലേക്ക് വയ്ക്കും. ആ ബോക്സിൽ തന്നെ വിരിയും. വിരിഞ്ഞ് കഴിഞ്ഞ് 48 മണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ കാല് തമ്മിൽ ബന്ധിക്കും. ഇത് കാലിന് ബലക്കുറവായിരിക്കും, ബോഡി വെയിറ്റ് കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കാല് ബെൻഡായി പോകും. അങ്ങനെ ഇരുന്ന് ഒരു 3 ദിവസത്തോളം മെഷീനുള്ളിൽ ഇരുന്ന് കഴിഞ്ഞാണ് ഈ കുഞ്ഞിനെ പുറത്തേക്ക് ഇറക്കുന്നത്. 3 ദിവസം ഇൻക്യുബേറ്ററിൽ തന്നെ ഇരിക്കും, കാല് ബന്ധിച്ച് വെച്ചിട്ട്, കാല് പിരിയാതിരിക്കാൻ. അതിനുശേഷമാണ് അതിനുശേഷം പുറത്തിറക്കി വീട്ട് നമ്മൾ തീറ്റ കൊടുത്തു തുടങ്ങും. അതെങ്ങോട്ടാണ് മാറ്റുന്നത്? നമ്മൾ പുറത്ത് വേറെ റൂമിലേക്ക് മാറ്റി ബൾബ് ഇട്ട് കൊടുക്കും.
ചൂട് കിട്ടാൻ ബൾബ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ എത്ര ദിവസം വളർത്തും? അങ്ങനെ നമ്മൾ 3-4 ദിവസം റൂമിൽ നിർത്തി കഴിഞ്ഞാണ് പിന്നെ പതുക്കെ പുറത്തേക്ക് ഇറക്കുന്നത്. അതായത് ഈ നമ്മുടെ കാലാവസ്ഥയായിട്ട് ഇതാകാൻ വേണ്ടി പരിചയപ്പെടുത്തുന്നത് അല്ലേ? ആ സമയത്താണ് നമ്മൾ ഗ്രോവർ കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കും. സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്. തീരെ ചെറിയ കുഞ്ഞിന് സ്റ്റാർട്ടറാണ്. കുഞ്ഞ് ഇറങ്ങി നമ്മൾ 1.5 മാസം വരെ സ്റ്റാർട്ടർ കൊടുക്കും. അത് കഴിഞ്ഞ് 1.5 മാസം മുതലാണ് പിന്നെ ഗ്രോവറിൽ കൊടുത്തോളൂ. ഇത് എമൂന് അപ്പൊ നിങ്ങൾ 3 മാസം കഴിഞ്ഞ് വിൽക്കത്തുള്ളൂ. അപ്പൊ ഈ 3 മാസത്തിന് മുമ്പ് എനിക്കൊന്ന് കൂടുതൽ ശ്രദ്ധ വേണം അല്ലേ? ആ സമയത്താണ് കൂടുതൽ മരണമൊക്കെ സംഭവിക്കുന്നത്. അതെ, മോർട്ടാലിറ്റി വരുന്നത് മരണനിരക്ക് ഒരു 1.5 മാസത്തിനുള്ളിൽ ആണ് ഏറ്റവും കൂടുതൽ. എന്താണ് ഇതിന് ന്യൂമോണിയ വരാറുണ്ട്, ഈ കഫക്കെട്ടിൽ വരും, അങ്ങനെ പല ഇതുണ്ട്. അതായത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു എമുവിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാറില്ല അല്ലേ? പിന്നെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിന്റെ തീറ്റയിൽ ഫംഗസ് വന്നാൽ മാത്രമേ ഉള്ളൂ. അതെന്താണ് ശ്രദ്ധിക്കേണ്ടത്? തീറ്റ വരെ കാരണവശാലും നമ്മൾ ഒരു 20 ദിവസം കൂടി സൂക്ഷിച്ച് വെക്കാൻ പാടില്ല. 20 ദിവസത്തിൽ കൂടെ ഫംഗസ് വരാതെ. ഇപ്പോൾ തണുപ്പടിച്ച പെട്ടെന്ന് ഇപ്പം പൂപ്പൽ കയറും, മഴ ശ്രദ്ധിക്കണം. അതെ, പിന്നെ ഡെയിലി നമ്മൾ തീറ്റപാത്രം വെള്ളപാത്രം ക്ലീൻ ചെയ്യണം. ഇത് ധാരാളം വെള്ളം കുടിക്കുന്ന ഒരു ജീവി. ഒരു ദിവസം ഒരു 4 ലിറ്റർ വെള്ളത്തോളം ഒരെണ്ണം ഒരു എമു കഴിക്കാറുണ്ടല്ലേ? അപ്പോൾ ധാരാളം വെള്ളം വെച്ച് കൊടുക്കണം, നല്ല വൃത്തിയായിട്ടുള്ള വെള്ളമായിരിക്കണം അല്ലേ? ഈ മഴക്കാലത്ത് ഇതിന്റെ പ്രകൃതം എങ്ങനെയാണ്? അതായത് ഇവിടെ തുറന്ന് കിടക്കുന്ന സ്ഥലമാണ് അല്ലേ? മഴക്കാലത്ത് ഇതിന്റെ ഈ പ്രകൃതി എങ്ങനെയായിരിക്കും? മഴക്കാലത്ത് ഇത് മഴയത്ത് നിന്ന് നനയത്തേ ഉള്ളൂ. അതുകൊണ്ടൊന്നും സംഭവിക്കത്തില്ല. ഇതിന് ന്യൂമോണിയ ഒന്നും വരത്തില്ല. നിന്നങ്ങ് നനയും. അതിന് ഇഷ്ടമാണെന്ന് തോന്നുന്നു. മാറ്റിയത് എമു മുട്ടയിടുന്ന സമയത്ത് നമ്മൾ പ്രത്യേക ശ്രദ്ധയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതുണ്ടോ? എമു മുട്ടയിടുന്ന സമയത്ത് ഫീഡ് വളരെ കുറച്ച് മതി ഇതിന്. ഫീഡ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കടലപ്പിണ്ണാക്ക് പൊടിച്ച് ചേർക്കും, പിന്നെ പയർ മുളപ്പിച്ച് കൊടുക്കും. പിന്നെ ഈ ബീഡിങ് സമയത്ത് ഇത് ആൺപക്ഷി പെൺപക്ഷി കണ്ടവൻ ആക്രമിക്കാറുണ്ട്. ആ സമയത്ത് മുറിവുകൾ വരാറുണ്ട്. ആണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഫൈറ്റ് എന്നാണ്. ഇതിന് നമ്മൾ മറ്റു ജീവിയേക്കാൾ ഒരു പ്രത്യേകത ഉണ്ട്, ആണ് ഫൈറ്റ് പെണ്ണ് കീഴ്പ്പെടുത്തുകയാണ്. അപ്പൊ അത് വേറൊരാണ്, അവൻ ഫൈറ്റുന്ന ആണിൻ പെണ്ണിന്റെ പുറകെ പോയി കഴിയുമ്പോഴത്തേക്ക് അവർ ഫൈറ്റ് വന്ന് ഭയങ്കരമായ മുറിവുകൾ വരും. ആ മുറിവുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ അതിനത് മരുന്നുകൾ വെച്ച് അതിനെ പ്രത്യേകം ശ്രദ്ധിച്ച് തീറ്റ ഒറ്റയ്ക്കാക്കിയിട്ട് അതിനെ പ്രത്യേകം കെയർ ചെയ്ത് കുറെ ദിവസം എടുക്കും അതിനെ ആ കൂടുതൽ വിടാൻ വേണ്ടി. അപ്പൊ ആ സമയത്ത്, അതായത് ബ്രീഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേക ശ്രദ്ധ വേണം. ഈ മുട്ട ഇട്ട് കഴിഞ്ഞ സമയമുണ്ടല്ലോ, അപ്പൊ പ്രത്യേക ശ്രദ്ധ വേണ്ടതുണ്ടോ? മുട്ട ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇത് സാധാരണ മുട്ട ഇടുന്നത് വൈകുന്നേരങ്ങളിലാണ്. അതൊരു 3 മണി തൊട്ട് 9 മണി വരെയാണ് ഏകദേശം സമയം വരുന്നത്. അപ്പൊ ആ സമയത്ത് മുട്ട നമ്മൾ അധികം ഇളകാതെ എടുക്കണം. അതായത് കല്ലിലോട്ടൊന്നും വീഴാതെ അല്ലേ? അപ്പൊ അതിനെ മണ്ണ് വിരിച്ചു കൊടുത്തിരിക്കണം. അത് നമ്മൾ ചെറിയ മണ്ണുകൾ സൈഡിൽ ഇരുന്നാണ് ഇടുന്നത്. ഈ ഇവിടെ മണ്ണ് വിരിക്കുന്നതിന്റെ അകത്ത് ചെറിയ പാറക്കല്ലുകളെല്ലാം കാണുന്നുണ്ട്. അത് എമുവിന് ഗുണമുണ്ടോ? ആ എമു ദഹനപ്പൊക്കെ 30% മണ്ണും കല്ലും തിന്നണം അല്ലേ? അതായത് ഒരു ഗ്രൈൻഡിങ് പോലെ അതിന്റെ ആമാശയത്തിൽ. അതിന് വേണ്ടി ഇത് കല്ലും മണ്ണൊക്കെ തിന്നാറുണ്ട് അല്ലെ? 30% തിന്നിരിക്കണം. അപ്പൊ അതിന് നമ്മൾ ഇട്ട് കൊടുക്കണം അല്ലേ? പക്ഷെ അതിന്റെ അകത്ത് കുപ്പിച്ചിലൊന്നും പാടില്ല അല്ലേ? ഇപ്പൊ ഇവിടെ കിട്ടുന്ന മുട്ടകളല്ലാതെ പുറത്തുനിന്ന് മുട്ടകൾ കൊണ്ടുവന്ന് വിരിയിക്കാറുണ്ടോ? പുറത്തുനിന്ന് ആൾക്കാർ മുട്ട വിരിയിച്ച് കൊണ്ടുപോകാറുണ്ട് അല്ലേ? അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അല്ലേ? ഒരു സമയത്ത് ഇൻക്യുബേറ്ററിൽ എമുവിന്റെ എത്ര മുട്ടകൾ വെക്കാൻ പറ്റും? 320 മുട്ട വെക്കാവുന്ന ഇൻക്യുബേറ്റർ. 320 ആണ്. അപ്പൊ അത്രയും സാധാരണ വരാറില്ല അല്ലേ? ഇല്ല, ഇത് എമുവിന്റെ മുട്ട എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുമിച്ച് അങ്ങനെ വരാറില്ല. അപ്പൊ നമ്മൾ 10 വെച്ചു, അപ്പൊ 10 പോയി, അങ്ങനെ അങ്ങനെയാണല്ലേ? ഇപ്പൊ എല്ലാ സമയത്തും ഇൻക്യുബേറ്റർ വർക്കിംഗ് ആണ്. 8 മാസം ഇൻക്യുബേറ്റർ സ്റ്റാർട്ട് ചെയ്താൽ വർക്കിംഗ് ആയിരിക്കും അല്ലേ? ഈ മുട്ടയിടുന്ന സമയത്ത് അല്ലേ? യമുന ഇവിടെ ഇപ്പം മുഖ്യമായിട്ടും വളർത്തുന്നത് കുഞ്ഞുങ്ങളുടെ ഒരു വിപണനത്തിന് വേണ്ടിയാണ് അല്ലേ? വേറെ എന്തെങ്കിലും ഉദ്ദേശം, അതായത് ഇനിയും ഇത് കൂടുതൽ എണ്ണമായി കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇനി ഞങ്ങളൊരു ഓൾ കേരള എമു ഫാർമേഴ്സ് അസോസിയേഷൻ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുഖാന്തരം എമുവിന്റെ മീറ്റ് സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, മാർക്കറ്റിലെത്തിക്കാൻ. ഇതിന്റെ ഈ എമുവിന്റെ മാംസത്തിന്റെ പ്രത്യേകത എന്താ? എമുവിന്റെ മാംസത്തിന് 100% കൊളസ്ട്രോൾ ഫ്രീ ആണ്. റെഡ് മീറ്റ് ആണ്, വളരെ സോഫ്റ്റ് ആണ്. അതെ. അപ്പൊ അത് ഈ ഒരു മീറ്റിന്റെ ഉദ്ദേശത്തിനായിട്ട് എമുവിന് എത്ര പ്രായം എത്തുമ്പോഴാണ് ഉപയോഗിക്കുന്നത്? 15 മാസം ആകുമ്പോൾ ഇതിന് സ്ലോട്ടർ ചെയ്യും. 15 മാസം വളർച്ച എത്തുമ്പോഴാണ് ഇതിനെ സ്ലോട്ടർ ചെയ്യുന്നത് അല്ലേ? അതിന്റെ ഗുണം എന്താണ് ആ സമയം? 15 മാസം പ്രായം ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു 5 കിലോ കൊഴുപ്പ് ഇതിൽ കാണും.
ഈ എമുവിൻ്റെ മെയിനായിട്ട് കൊഴുപ്പാണ് നമുക്ക് അതിൻ്റെ മൂല്യം. അതിന്റെ ഉപയോഗം എന്താ? അത് നമുക്കിവിടെ ലേഡീസ് ഉപയോഗിക്കുന്ന ക്രീമുകൾ 70% എമുവിൻ്റെ ഓയിൽ ഈ കോസ്മെറ്റിക് ക്രീം. അതെ 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 അതെ. അതുകൂടാതെ വെള്ളപ്പാണ്ട് മുതലുള്ള അസുഖങ്ങൾക്ക് ബെസ്റ്റാണ് ഈ എമുവിൻ്റെ ഓയിൽ. അത് വെള്ളപ്പാണ്ട്, വെരിക്കോസ്, നമുക്ക് പൊള്ളലിന്, വേദനകൾക്ക് എല്ലാം നല്ലതാണ്. ഇത് എമുവിൻ്റെ ഏത് ഭാഗത്തായിരിക്കുന്നത്? എമുവിൻ്റെ മുതുകത്താണ്. മുതുകത്താണ് അല്ലേ? ഇപ്പൊ സാധാരണ ബാക്കിയുള്ള മൃഗങ്ങളിലോ അല്ലെങ്കിൽ പക്ഷികളിലൊക്കെ മാംസത്തോടൊപ്പം അല്ലേ? ഇതിലെങ്ങനെയാണ്? ഇത് മാംസമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാംസത്തിന്റെ മുകളിൽ ഒരു പാളി പോലെയാണ് പോലെയാണ് ഇരിക്കുന്നത്. അത് നമ്മൾ അടത്തേങ്ങ എടുത്തിട്ട് ഇത് ഉരുക്കുന്നത് തന്നെ പ്രത്യേക രീതിയിലാണ്. 100 ഡിഗ്രി വെള്ളം തിളപ്പിച്ചിട്ട് സ്റ്റീൽ പാത്രം ആ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് ആ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ടാണ് ഈ ഓയിൽ നെയ്യ് ഉരുകി വരുന്നത്. അത് നമ്മൾ തണുപ്പിച്ചിട്ട് കുപ്പിയിൽ ഊറ്റി വെക്കുക. അതെ, അതാണ് നമ്മൾ നേരിട്ട് ഉപയോഗിക്കുക. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെഡിക്കേറ്റഡ് ഓയിൽ പോലെ അല്ലേ? ഔഷധ ഗുണമുള്ള എണ്ണ പോലെ ഉപയോഗിക്കാവുന്നതല്ലേ? ഈ ഇത് കൂടാതെ ഇപ്പം ഇതിന്റെ മീറ്റ് ഭക്ഷ്യയോഗ്യമാണെന്ന് പറഞ്ഞല്ലേ? അതിന്റെ ഓയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. വേറെ ഏത് ഭാഗമാണ് ഇതിന്റെ ഉപയോഗമുള്ളത്? ഇതിന്റെ തോലുകളെ, തൂവലുകളെ, തൊലിയെ, പിന്നെ നമുക്കിത് വിരിയാതെ വരുന്ന മുട്ടയുടെ ഷെല്ല് കൊണ്ട് ഫാൻസി ലൈറ്റിന്റെ ഷർട്ട് ഉണ്ടാക്കാം. ഹാൻഡിക്രാഫ്റ്റ് വർക്കുകൾ നമ്മൾ കേരളത്തിൽ നിലവിലായിട്ടില്ല. കേരളത്തിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മീറ്റിലേക്ക് കിടക്കുന്നേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് ഒരു ഫാൻസി കോഴി രീതിയിലാണ് അല്ലേ? ഇനിയാണ് ഇതിന്റെ മീറ്റിലേക്ക് കിടക്കുന്നത്. ആണല്ലേ? അടുത്ത സ്റ്റെപ്പ് മീറ്റാണ്. മീറ്റിലേക്ക് ആയി കഴിഞ്ഞു. ആണല്ലേ? മാത്യു, ഇതാണ് എമുവിന്റെ മുട്ട അല്ലേ? ഇതിന് പച്ച നിറമാണോ അതോ പെയിന്റ് കൊടുത്തത്? അല്ല, ഇത് നാച്ചുറൽ, സ്വാഭാവികമായിട്ട് പച്ച നിറം തന്നെയാണ് അല്ലേ? ഇതിന്റെ ഉള്ളിൽ എന്തോരം വരും? ഇത് നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കാണ്ട് 1 ലിറ്ററോളം അടുത്ത് വരും. 1 ലിറ്ററോളം അല്ലേ? അതായത് ഒരു 5-6 പേർക്ക് കഴിക്കാനുള്ള മുട്ടയുണ്ട്. ഇപ്പൊ നമ്മുടെ ബാക്കി കോഴിമുട്ട, താറാമുട്ടയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ രുചി എങ്ങനെയാ? ഇത് വളരെ സോഫ്റ്റ് ആണ്. എല്ലാ മുട്ടകളും സോഫ്റ്റ് ആണ്, ടേസ്റ്റ് ആണ്. ഉണ്ണി കനക്കുറവാണോ അതോ കട്ടി കൂടി? ഉണ്ണി കട്ടി കുറവാണ്. കട്ടി കുറവാണ് അല്ലേ? ടേസ്റ്റി ആണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ വരും എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ താറാമുട്ടയാണെങ്കിലും കോഴിമുട്ടയാണെങ്കിലും ഇതിനങ്ങനെ കൊളസ്ട്രോൾ കുറവാണ്. കൊളസ്ട്രോൾ കുറവാണ് അല്ലേ? വളരെ കുറവാണ്. ഈ മുട്ടയിൽ തന്നെ ഇതിലൊരു കണ്ടോ, ഇതൊരു പൊട്ടിയ പാട് കാണുന്നുണ്ട് അല്ലേ? ഇതെന്താ സംഭവിച്ചതാണ്? ഇത് ഇട്ടപ്പോൾ പൊട്ടിയതാണ്. ഇട്ടപ്പോൾ അതെങ്ങനെയാ അങ്ങനെ സംഭവിച്ചത്? മണ്ണ് കൊടുത്ത് തിന്ന് കല്ല് തെളിഞ്ഞ് നിൽക്കും. മണ്ണ് മാറിയിട്ട്. അപ്പം നമുക്കിത് ഈ കല്ല് മുട്ടയിടുന്ന സീസണിൽ നമുക്ക് സൈഡിലുള്ള കല്ലുകൾ മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ കല്ലിലോട്ട് മുട്ട പൊട്ടി. മുട്ട ഇടുന്ന രീതി എങ്ങനെയാണ്? ഇത് ഇരുന്നാണ് ഇടുന്നത്. ഇരുന്നാണല്ലേ? അപ്പൊ എത്ര ഹൈറ്റിൽ നിന്നാണ് മുട്ട ഇടുന്നത്? ഏകദേശം ഒരു 6 ഇഞ്ച് ഹൈറ്റിൽ നിന്നായിരിക്കും മുട്ട. ആണ്. പക്ഷേ ഇത് പൊട്ടാനായിട്ടുള്ള കാര്യം എന്താ? ഇത് നല്ല പ്രഷറിലാണ് വരുന്നത്. മുട്ട തള്ളി വരുന്നത്. വയറ്റിൽ നല്ല പ്രഷർ തള്ളി വരുന്നത്. ഓ, ശരിക്കും ഇഞ്ചക്ട് ചെയ്യുന്നതാണ് ആണല്ലേ? ഇത്രയും വലിപ്പമുള്ള മുട്ടയാണ് അല്ലേ? അപ്പൊ നല്ല ശക്തിയായിട്ടാണ് മുട്ട വീഴുന്നത്. അത് കല്ലിൽ വീണ് കഴിഞ്ഞാൽ പൊട്ടാൻ. അതുകൊണ്ടാണ് ചുറ്റും മണ്ണിട്ടിരിക്കുന്നത് അല്ലെ? മുട്ട പൊട്ടാതിരിക്കാനായിട്ട് അല്ലേ? ഈ മുട്ട ഇനിയിപ്പോൾ അത് വിരിക്കാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈ മുട്ട നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എത്ര ദിവസം ഇത് ഉപയോഗിക്കാം? 1 മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. കേടില്ലാതിരിക്കും അല്ലേ? പുറത്തിരുന്ന് കഴിഞ്ഞാലോ? പുറത്തിരുന്നാൽ ഒരു 10 ദിവസം. അത് കഴിയുമ്പോഴത്തേക്കും കേടായി പോകും അല്ല? കേടാകുമ്പോഴത്തേക്ക് ഇനി നിറവ്യത്യാസം വരും അങ്ങനെ എന്തെങ്കിലും? ഇല്ല, തൊണ്ടിന് നിറവ്യത്യാസം വരത്തില്ല. ഈ എല്ലാ എമു ഇടുന്ന മുട്ടയ്ക്കും ഒരേ പച്ച നിറമാണോ അതോ ഷെയ്ഡ് വ്യത്യാസം? ഷെയ്ഡ് സ്വല്പം അങ്ങോട്ട് വ്യത്യാസം വരും. നമ്മുടെ നാടൻ കോഴിയും നമ്മുടെ സാധാരണ ഉണ്ട് ലഗോൺ മുട്ടയും വെളുപ്പൂരും ഒരു ലൈറ്റ് ബ്രൗണും ഉള്ളത് അല്ലേ? അതുപോലെ ഷെയ്ഡ് അങ്ങനെ ഷെയ്ഡ് വ്യത്യാസമല്ല. ഇതിപ്പോൾ ഇതിന് കറക്റ്റായിട്ട് 5 ദിവസം കൂടുമ്പോൾ ഒരിക്കലും മുട്ട ഇടുന്നത്. അത് ഒരു 2 മണിക്കൂർ നേരത്തെ ഇടുവാണെങ്കിൽ ആ ഷെയ്ഡിന് വ്യത്യാസം വരും. ഷെയ്ഡ് കുറവായിരിക്കും, നിറം കുറവായിരിക്കും. അല്ലെങ്കിൽ നല്ല പച്ച നിറത്തിൽ വരും. ശരിക്കും നമ്മളുടെ തെങ്ങോ അല്ലെ കൽപ്പവൃക്ഷം പോലെ എല്ലാ ഭാഗങ്ങളും ഉപയോഗമുണ്ട് അല്ലേ? അപ്പൊ ഇതിന് ഒരു പക്ഷികൾക്കിടയിൽ ഒരു കൽപ്പവൃക്ഷം എന്ന് പറയാം. ഇതിന്റെ തൂവലിന് എന്തെങ്കിലും ഉപയോഗം? തൂവൽ കമ്പ്യൂട്ടർ ബ്രഷായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിന്റെ ബ്രഷായിട്ട് അല്ലേ? തൂവൽ ഉപയോഗിക്കുന്നുണ്ട്. നാങ്ങൾക്ക് ഈ ഹാൻഡിക്രാഫ്റ്റ് മാലകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. തോല് ബാഗ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. തോല് ബാഗ് ഉണ്ടാകാനായിട്ട് അല്ലേ? നല്ല കട്ടിയുള്ള ലെതർ ബാഗ് അല്ലേ? തോല് ഉപയോഗിക്കുന്നുണ്ട്, നാങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, തൂവൽ ഉപയോഗിക്കുന്നുണ്ട്, മാംസം ഉപയോഗിക്കുന്നുണ്ട്, എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും തന്നെ ഇതിന് ആവശ്യകതയുണ്ട് അല്ലേ? മാത്യു, പലരും പറയാറുണ്ട് അതായത് എമുവിനെ വളർത്തുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫാം നഷ്ടമാണ്, ലാഭകരമല്ല. മാത്യുവിന്റെ അനുഭവം എങ്ങനെയാണ്? ഇത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 18 മാസം കൊണ്ട് മെച്ചൂരിറ്റി ആകുന്നത്. 18 മാസം കൊണ്ട് മെച്ചൂരിറ്റി ആകുന്നത് ഒക്ടോബർ ടു മാർച്ച് വരെ ആ സമയത്താണെങ്കിൽ ഇത് മുട്ടയെടുത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 1 വർഷം കൂടെ ഇതിന് ഫീഡ് കൊടുക്കണം. അപ്പോൾ ആ 1 വർഷം കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് കയ്യിൽ നിന്ന് പൈസ മുടക്കൊണ്ടിരിക്കും. അപ്പോൾ ആദായം കിട്ടാൻ വരുമ്പോഴത്തേക്ക് മനുഷ്യന് സ്വാഭാവികമായിട്ട് തോന്നുന്നത് നഷ്ടമാണ്. ഒരു പൂർണ്ണ വളർച്ചയെത്തിയമോ ഒരു ദിവസം എന്തോരം ഫീഡാണ് കഴിക്കുന്നത്? നമ്മൾ ഇതിൻ്റെ ഫീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ കണക്ക് ആവറേജ്, 1 വർഷത്തെ ആവറേജ് കണക്കെടുക്കാനേ പറ്റത്തുള്ളൂ.
ഒരു ദിവസം ആവറേജ്, ഒരു വർഷത്തെ ആവറേജ് കണക്കെടുക്കുമ്പോൾ ഒരു ദിവസം ഒരു എമുവിന് 15 രൂപയുടെ ഫീഡ് വേണം. ഇന്നത്തെ വില അനുസരിച്ച്, ഫീഡിൻ്റെ വില അനുസരിച്ച് 15 രൂപയുടെ ഫീഡ് മതി. മതി. അതെ. വലിയൊരു ചിലവായിട്ട് തോന്നുന്നില്ല അല്ലേ? അതായത് ഇവിടെ 50 എണ്ണം ഉണ്ടെങ്കിൽ ഏകദേശം 650 രൂപയുടെ ഫീഡ് വരുന്നുള്ളൂ. പക്ഷെ നമ്മളൊരു കുഞ്ഞ് വിരിഞ്ഞ് 3 മാസമായി കഴിഞ്ഞാൽ ഒരു ജോഡിക്ക് 14,000 രൂപ കിട്ടുന്നുണ്ട് അല്ലേ? ഒപ്പം തന്നെ ഇതിന്റെ മറ്റേ മാംസം അതെല്ലാം വിപണനം ചെയ്ത് കഴിഞ്ഞാൽ ലാഭകരമായിട്ടാണ് അല്ലേ? മാംസത്തിന് ഇപ്പോൾ ഇപ്പോഴത്തെ വിപണിയിൽ ഏകദേശം എന്ത് വില കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 300-നും 500-നും ഇടയ്ക്ക് ഒരു കിലോ മാംസത്തിന് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെ. മാത്യു, പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ജോഡിക്ക് എന്ത് വിലയുണ്ട്? 40,000 രൂപ മുകളിൽ വിലയുണ്ട്. 40,000 മുകളിൽ വിലയുണ്ട് അല്ലേ? അപ്പോൾ ഇത് എമുവിൽ പല ഇനങ്ങളുണ്ട്, അതായത് സങ്കര ഇനങ്ങൾ അങ്ങനെയുണ്ടോ അതോ ഒരെണ്ണം മാത്രമേ ഉള്ളൂ? ഒരൊറ്റ ഇനമേ ഉള്ളൂ അല്ലേ? അത് വിദേശത്തായാലും എല്ലാം ഒരു ഇനം മാത്രമേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ കേരളത്തിൽ ഇതങ്ങ് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ബാക്കി സംസ്ഥാനങ്ങളിൽ എവിടെയാണ് ഇത് ധാരാളമായിട്ട് വളർത്തുക? ഇത് ആന്ധ്രയും മഹാരാഷ്ട്ര ആണല്ലേ? അവിടെ ഇതിന്റെ മാംസമൊക്കെ തുടങ്ങിയിട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റുകളിൽ വന്നിട്ടുണ്ട് അല്ലേ? വിപണനം മുട്ടയും എല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇതിന്റെ ആയുസിനെ കുറിച്ചൊന്ന് പറയാമോ? 45 വർഷത്തോളം ആയുസുണ്ട് ഇതിന്. ആയുസുണ്ട് അല്ലേ? അതായത് 1.5 വർഷം തൊട്ട് മുട്ടയിടാൻ തുടങ്ങിയാൽ എത്ര കാലം ഇത് മുട്ടയിടും? 35 വർഷത്തോളം മുട്ടയിടും. ഇത് കിട്ടുന്ന മുട്ടയുടെ എണ്ണം എല്ലാം ഒരേപോലെ ആയിരിക്കും അല്ലേ? കാലാവസ്ഥയുടെ ചേഞ്ചുകൾ വരാം. അതായത് കൂടുതൽ മഴയുണ്ടെങ്കിൽ മുട്ടയുടെ എണ്ണം കുറയും അല്ലേ? അപ്പൊ നമ്മുടെ കാലാവസ്ഥയിലെ മഴ കൂടി കഴിഞ്ഞാൽ മുട്ടയുടെ എണ്ണം കുറയും അല്ലേ? മുട്ടയിടാനുള്ള സമയം ലേറ്റ് ആകുകയും ചെയ്യും അല്ലേ? അതായത് ഈ നമ്മൾ ഈ പറഞ്ഞ നവംബർ തൊട്ടല്ലേ? ഒക്ടോബർ തൊട്ട് മുട്ടയിട്ട് തുടങ്ങണത്. അത് ലേറ്റ് ആയി തുടങ്ങും അല്ലേ? ഇപ്പോൾ മാത്യു പണ്ട് തൊട്ടേ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ് അല്ലേ? വർഷങ്ങളായിട്ട് അല്ലേ? അപ്പോൾ അതിൽ നിന്നും ഇതൊരു വേറിട്ടൊരു സംരംഭമാണ്. കാരണം ഇതൊരു കൃഷിയിലോട്ടാണ് അല്ലേ വന്നിരിക്കുന്നത്. അതിൽ ഇത് വരാനായിട്ടുണ്ടായ ആ പ്രചോദനം, അതിൻ്റെ അകത്തൊരു ദൈവാനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? വർക്ക് കുറച്ച് കാലത്തേക്ക് ബെൻഡിങ് വെക്കേണ്ടി വന്നു. ബെൻഡിങ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു സംരംഭം ചെയ്യണം എന്ന് തോന്നി. അങ്ങനെ TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ TV ഇത് കണ്ടു. അപ്പോൾ അങ്ങനെ അതേക്കുറിച്ച് ഒരു വർഷത്തോളം സ്റ്റഡി ചെയ്തു, പഠിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് നമുക്കിത് വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, ജോലിക്കാരുടെ ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ആലോചിച്ചു. നമുക്കിത് ഒരു കൃഷി ആയതുകൊണ്ട്, വേർവിട്ടൊരു കാര്യമായതുകൊണ്ട് വീട്ടിലെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്, വീട്ടുകാരുടെ എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കൊല്ലം കൊണ്ട് അവരുടെ സപ്പോർട്ട് കിട്ടി. അങ്ങനെ ഇതിലേക്ക് കടന്നു. മക്കളും ഭാര്യയും എല്ലാം ഇതിൽ വളരെ 100% ഇൻവോൾവ് ആണ് അല്ലേ? ഭക്ഷണം കൊടുക്കാനും തീറ്റ കൊടുക്കാനും എല്ലാം അല്ലേ ഇവര് ഇൻവോൾവ് ആണ് ഇതിൻ്റെ അകത്ത് അല്ലേ? ഇതിൻ്റെ അകത്തൊരു ഒരു ദൈവാനുഗ്രഹം ഉണ്ടോ ഇത് തുടങ്ങിയിട്ട്? ഉണ്ട്, ദൈവാനുഗ്രഹം ഒത്തിരി ഉണ്ട്. അതൊന്ന് വിശദീകരിക്കാമോ? ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇതിപ്പോൾ ഈ 4 വർഷം കഴിഞ്ഞു ഇത്രയും രീതിയിലോട്ട് ഇതിപ്പോൾ ഞാൻ സാധിച്ചു. അതിപ്പോൾ ഈ വർഷം ഞാൻ ഇതിലും മുട്ട വിരിക്കാനുള്ള മെഷീൻ വാങ്ങിച്ചു. അതിന് തന്നെ ഇപ്പോൾ 6 ലക്ഷം രൂപ മുടക്ക് വന്നിട്ടുണ്ട്. ഇതെല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതെ, പുതിയ ഏത് കാര്യം തുടങ്ങുമ്പോഴും ഒരു കുർബാന പശ്ചാത്തലമാനം ചെല്ലിച്ചിട്ടേ ഉള്ളൂ തുടങ്ങാറുള്ളൂ. പിന്നെ ഞാനും വൈഫും മൂത്ത 2 മക്കളും ഡെയിലി 5:30 പള്ളിയിൽ പോകും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും തുടങ്ങുന്നത്. വിശുദ്ധ ആൽഫോൻസാമയുടെ നാടായ മുട്ടുചിറ ഈ കർഷകനെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഏതൊരു പുതിയ സംരംഭം തുടങ്ങുമ്പോഴും പ്രാർത്ഥനയോടെ ദൈവാനുഗ്രഹം തേടി തുടങ്ങുവാൻ നമുക്ക് കഴിയട്ടെ. വിളവിൻ്റെ 100 മേനിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തികച്ചും വ്യത്യസ്തമായ കൃഷിയും കൃഷിരീതികളും അനുവർത്തിക്കുന്ന കർഷകർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ടു ദ പ്രൊഡ്യൂസർ, വിളവിൻ്റെ 100 മേനി, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673528. ഇമെയിൽ info@shalomtelevision.com. ഫോൺ 0496 266 4688. അടുത്തയാഴ്ച മറ്റൊരു കാർഷിക വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.